ദേശീയപാത BOT അടിസ്ഥാനത്തിൽ വികസിപ്പിക്കുന്നതിനു വേണ്ടിയാണ് അളവെടുപ്പ് നടക്കുന്നത്. സ്ഥലത്തിനും വീടിനും മാർക്കറ്റ് വിലയിൽ നഷ്ടപരിഹാരം നൽകുക, പുനരധിവാസം ഉറപ്പാക്കിയതിനു ശേഷം മാത്രം ഏറ്റെടുക്കൽ നടപടികൾ ആരംഭിക്കുക, BOTക്ക് പകരമായി സർക്കാർ റോഡ് വികസിപ്പിക്കുക എന്നിവയാണ് നാട്ടുകാരുടെ ആവശ്യം. ഇതുന്നയിച്ച് കഴിഞ്ഞ 100 ദിവസമായി വീട് നഷ്ടപ്പെടുന്ന നാട്ടുകാർ കൊടുങ്ങല്ലൂർ പുന്നക്ക ബസാറിൽ സമരത്തിലായിരുന്നു. ദേശീയപാത 17ന്റെ സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ട് പോലീസും ഭരണകൂടവും ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെയും ഒരു ഒത്തൊരുമയോട് കൂടിയിട്ടുള്ള ഒരു വികസന ഭീകരതയാണ് 17ന്റെ ഭാഗത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിലാണ് അപ്രതീക്ഷിതമായി ഉദ്യോഗസ്ഥർ പോലീസ് സഹായത്തോടെ അളവെടുപ്പിനെത്തിയത്. 400ഓളം പോലീസുകാരുടെ അകമ്പടിയോടെയാണ് ഇവരെത്തിയത്. അളവെടുപ്പിന് മുന്നോടിയായി സ്ത്രീകളും വൃദ്ധരും കുട്ടികളും ഉൾപ്പെടെ 100-ലധികം പേരെയാണ് കഴിഞ്ഞ 3 ദിവസങ്ങൾക്കുള്ളിൽ അറസ്റ്റ് ചെയ്തത്. പോലീസിന്റെ ഭീകരതയിൽ പ്രതിഷേധിച്ച് കഴിഞ്ഞ ദിവസം ജില്ലയിൽ തീരദേശ ഹർത്താൽ ആചരിച്ചിരുന്നു. ഇതിനിടെ സർവകക്ഷി യോഗത്തിലെ ധാരണ പാലിക്കുമെന്ന് ജില്ലാ കളക്ടർ ഉറപ്പു നൽകിയതായി CPM CPI നേതാക്കൾ പറഞ്ഞു. കടകൾ നടത്തുന്നവർക്ക് നഷ്ടപരിഹാരം, ജോലി പോകുന്നവർക്ക് 6 മാസത്തെ ശമ്പളം, വീട് പോകുന്നവർക്ക് പുതിയ വീടുണ്ടാക്കുന്നതുവരെ വാടക വീട്, ഭൂമിക്ക് മാർക്കറ്റ് വില എന്നിവയായിരുന്നു സർവകക്ഷി യോഗ തീരുമാനം. എന്നാൽ ചർച്ച പരാജയമായിരുന്നുവെന്നാണ് സമരസമിതിയുടെ വാദം. കളക്ടർ ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം നൽകിയില്ലെന്നും സമരവുമായി മുന്നോട്ടു പോകുമെന്നും ഇവർ പറഞ്ഞു. മീഡിയ 1 തൃശൂർ.